ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 റിലീസായ സെക്ഷൻ ഇ എന്ന ഡ്രാമയാണ്. ഇതൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി കൂടിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഡ്രാമയിലേക്ക് പോകാം. ഇതിന്റെ തന്നെ ബാക്കി എല്ലാ എപ്പിസോഡുകളും നമ്മൾ ഈ ചാനലിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഡ്രാമയുടെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് നായികയായ ജെ ആണ്. ജെയുടെ ശരിക്കും പേര് ജാസ്പർ ജീൻ മറിയാനോ എന്നാണ്. ജെ ഇപ്പോൾ പുതിയ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടി വന്നിരിക്കുകയാണ്. അവൾ നേരത്തെ പഠിച്ച സ്കൂളിനേക്കാളും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്കൂളാണിത്. അവിടെ പഠിക്കുന്ന എല്ലാവരും പണക്കാരുടെ മക്കളാണ്. നമ്മുടെ ജെ ആണെങ്കിൽ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വായി നോക്കി അകത്തേക്ക് ചെല്ലുകയാണ്. അകത്തെത്തുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോവാണ്. ശരിക്കും ഒരു ഷോപ്പിംഗ് മാൾ പോലെയാണ് സ്കൂളിരിക്കുന്നത്. എസ്കലേറ്ററും കാര്യങ്ങളും എല്ലാം സ്കൂളിലുണ്ട്. അവള് റിസപ്ഷനിലേക്ക് നടക്കുന്ന വഴിക്ക് അവളെ കണ്ടിട്ട് ഒരു ചെറുക്കൻ ഇരിക്കുകയാണ്. അവനാണെങ്കിൽ സോറി പോലും പറയാതെ അങ്ങ് നടന്നു പോവാണ്. അവള് സ്വയമേ പറയുന്നുണ്ട്, കൺട്രോൾ ജെ, നീ കൊടുത്ത പ്രോമിസ് ബ്രേക്ക് ചെയ്യരുതെന്നൊക്കെ. അപ്പോൾ അവൾ ആർക്കോ പ്രോമിസ് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. റിസപ്ഷനിൽ ചെന്നിട്ട് അവളുടെ ക്ലാസ് ചോദിക്കുമ്പോൾ അവരാണെങ്കിൽ ഒരുമാതിരി വിയേർഡായിട്ട് അവളോട് പെരുമാറുകയാണ്. അവളുടെ ക്ലാസ് വരുന്നത് സെക്ഷൻ ഇയിലാണ്. സെക്ഷൻ ഇ ഇവിടെയല്ല, ബാക്കിലാണെന്ന് അവർ പറയുകയാണ്. സെക്ഷൻ ഇ എത്തുമ്പോൾ അവൾ ഞെട്ടിപ്പോവുകയാണ്. ആ കണ്ട സ്കൂളിനേക്കാളും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്കൂൾ, പഴയ ഒരു ബിൽഡിംഗ് ആണത്. അവൾ എന്നിട്ട് അങ്ങോട്ട് ചെന്ന് അവളുടെ ക്ലാസ് അന്വേഷിച്ച് നടക്കുകയായിരിക്കും. അപ്പോൾ അവിടെ കുറേ ബോയ്സാണ് കൂടി നിന്ന് സംസാരിക്കുന്നുണ്ടാവും. അവൾ അവരോട് ചോദിക്കും ഈ സെക്ഷൻ ഇ എവിടെയാണെന്ന്. അവരെല്ലാവരും കൂടി തിരിഞ്ഞ് ഇവളെ ഒരുമാതിരി നോക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള കീഫർ എന്ന് പറഞ്ഞ ഒരു ചെറുക്കൻ ഇവളുടെ അടുത്ത് കൊണ്ട് പറയുകയാണ് ഇതല്ല സെക്ഷൻ ഇ എന്ന്. ഈ കീഫറാണ് ഈ ഡ്രാമയിലെ നായകൻ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ഇവിടെയാണ് സെക്ഷൻ ഇ എന്നാ പറഞ്ഞതെന്ന്. അപ്പോൾ ഇവൻ ദേഷ്യപ്പെടുകയാണ്, നിനക്കെന്താ ചെവി കേൾക്കില്ലേ, ഇതല്ല സെക്ഷൻ ഇ, ഇവിടുന്ന് ഇറങ്ങി പോകാനായിട്ട് അവൻ പറയുകയാണ് അവളോട്. അത് കേട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം അവരെല്ലാവരും കൂടി ഇവളെ പറ്റിച്ചതാണെന്ന്. നമ്മുടെ ആണെങ്കിൽ എന്നിട്ട് അവളുടെ സെക്ഷനെ അന്വേഷിച്ച് കിടക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് കിടക്കുന്ന വഴിക്ക് അവളൊരു ക്ലാസ് റൂം കാണുകയാണ്. അപ്പോൾ അവളവിടെ കയറിയിരിക്കുകയാണ്. അവിടെ കയറിയിരിക്കുമ്പോൾ അവിടുത്തെ ക്ലാസ് ലീഡ് വന്നിട്ട് ഇവളുടെ അടുത്ത് ചോദിക്കും, ഇവിടെ പുതിയ കുട്ടി വരുന്നതായിട്ട് ടീച്ചർമാരൊന്നും പറഞ്ഞില്ല, നിന്റെ ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കാൻ പറ്റുമോ, ഈ ക്ലാസ്സിലുള്ളതാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറയും. അവൾ കയറിയിരുന്ന ക്ലാസ് സെക്ഷൻ സി ആയിരിക്കും. അപ്പോൾ ക്ലാസ് ലീഡ് പറയാണ് നീ സെക്ഷൻ ഇയിലാണ്, ഇത് സെക്ഷൻ സി ആണെന്ന്. അത് കേൾക്കുമ്പോൾ അവൾ പെട്ടെന്ന് ഞെട്ടി പോവുകയാണ്. ഇത് കേട്ട് ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് ലീഡ് പറയുന്നുണ്ട് അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, നിങ്ങളിങ്ങനെ കളിയാക്കണ്ടാന്ന്. എന്നിട്ട് ക്ലാസ് ലീഡ് പറയാണ് സെക്ഷൻ ഇ ഉള്ളത് ബാക്കിലാണെന്ന്. അപ്പോൾ അവൾക്ക് മനസ്സിലായി അവരെല്ലാവരും കൂടി ഇവളെ പറ്റിച്ചതാണെന്ന്. എന്നിട്ട് ജെ ആണെങ്കിൽ ഓടി അവളുടെ ക്ലാസ്സിലേക്ക് തന്നെ ചെല്ലുകയാണ്. ജെ ആണെങ്കിൽ സാറിനോട് പറയുന്നുണ്ട് ഇവരെല്ലാവരും കൂടി അവളെ പറ്റിച്ചെന്ന്. അപ്പോൾ സാറ് അവർക്ക് വേണ്ടിയിട്ട് ജെയോട് സോറി ചോദിക്കുകയാണ്. ഇവള് ക്ലാസ്സിൽ വന്നിട്ട് ഇവന്മാരുടെയൊക്കെ നോട്ടം ഒരുമാതിരി ഇവളെ എന്തോ ശത്രുവായിട്ടാണ് ഇവർ കാണുന്നത്. സാർ അവരോട് പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ പുതിയ ക്ലാസ്മേറ്റ് ആണ്, അപ്പോൾ അവളെ വെൽക്കം ചെയ്യാനായിട്ട് പറയാണ്. ആ സാർ അത് പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ അവളെ മൈൻഡ് ചെയ്യുന്നോടിയില്ല. സാർ അവളോട് പറയുന്നുണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അവളുടെ പേര് ജാസ്പർ ജീൻ മറിയാനോ എന്നാണ്, അവൾ വേറെ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടി വന്നതാണെന്ന്. അവൾ അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവളെ ആരും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സാറ് ക്ലാസ് ലീഡിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ജയനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോയെന്ന്. അപ്പോൾ അവിടുത്തെ ക്ലാസ് ലീഡായിട്ടുള്ളത് നമ്മുടെ കീഫർ ആയിരിക്കും. കീഫറാണ് ക്ലാസ് ലീഡർ എന്നറിയുമ്പോൾ നമ്മുടെ ജെ ഒന്ന് ഞെട്ടുന്നുണ്ട്. കീഫർ നേരെ എണീച്ച് അവളോട് ചോദിക്കുന്നത് നീ വെർജിൻ ആണോ എന്നാണ്. സാറ് പറയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ കീഫർ പറയാണ് ഇത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് സാർ, അതിന് ഇത്ര റൂഡാവേണ്ട ആവശ്യമില്ല എന്ന് നമ്മുടെ കീഫർ സാറിനോടായിട്ട് പറയാണ്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ കീഫറിനോട് സാറ് പറയുമ്പോൾ കീഫർ പറയാണ് നിനക്ക് ഈ സെക്ഷനിൽ നിന്ന് ഇറങ്ങി പോകാമോ എന്ന്. അപ്പോൾ അവൾ തിരിച്ച് പറയാണ് നിനക്ക് ഈ പ്ലാനറ്റിൽ നിന്ന് തന്നെ ഇറങ്ങി പോകാമോ എന്ന്. അപ്പോൾ അവർ തമ്മിൽ ഒരു തർക്കം ഉണ്ടാവുകയാണ് അവിടെ. തർക്കം വലുതാകുമ്പോൾ സാറ് രണ്ടുപേരോടും മിണ്ടാതിരിക്കാനായിട്ട് പറയുകയാണ്. എന്നിട്ട് ജെയോട് പറയാണ് പോയി ഇരിക്കാൻ. ജെ ആണെങ്കിൽ അവിടെ ഇരിക്കാനായിട്ട് വരുമ്പോൾ അവിടെയുള്ള എല്ലാ കുട്ടികളും അവരുടെ ബാഗ് ആണെങ്കിൽ അവരുടെ അടുത്തുള്ള സീറ്റിലേക്ക് എടുത്ത് വെക്കുകയാണ്. അവസാനം അവൾ കിട്ടിയ ഒരു സീറ്റിൽ കയറിയിട്ട് ഇരിക്കുകയാണ്. സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിട്ട് നമ്മുടെ കീഫർ ആണെങ്കിൽ പേപ്പർ ചുരുട്ടിയിട്ട് അവളുടെ മേത്തേക്ക് എറിയാണ്. അവൾ തിരിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ മേത്തേക്ക് പേപ്പർ എറിഞ്ഞ ആരാണെന്ന്. അപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് അവളുടെ മേത്തേക്ക് പേപ്പർ എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് കീഫർ ആണെങ്കിൽ ബബിൾ ഗം എടുത്തിട്ട് പേപ്പറിൽ ഒട്ടിച്ച് അവളുടെ മുടിയിലേക്ക് എറിയാണ്. അതിനിടയ്ക്ക് കൂടെ എല്ലാവരും കൂടിയിട്ട് പേപ്പർ ചുരുട്ടി അവളുടെ മേത്തേക്ക് എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവൾ നിർത്താൻ പറഞ്ഞിട്ടാണെങ്കിൽ ആരും കേൾക്കുന്നുണ്ടാവില്ല. ജെ ആണെങ്കിൽ അവരെയും കുറ്റം പറഞ്ഞ് ക്യാൻറ്റീനിലേക്ക് ചെല്ലുകയാണ്. അവൾ പറയുകയാണ് ഈ മെയിൻ ബിൽഡിങ്ങിൽ വരുമ്പോൾ മാത്രമാണ് എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടുന്നത്, അവരൊക്കെ എന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറ്റവും പറഞ്ഞ് അവൾ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് മേടിക്കുകയാണ്. അവളോട് ഫുഡ് മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ പെൺകുട്ടികൾ കൂടിയിട്ട് പറയാണ് അവൾ സെക്ഷൻ ഇയിലെ കുട്ടിയാണ്, പക്ഷെ അവളിന്ന് സെക്ഷൻ മാറി ഞങ്ങളുടെ ക്ലാസ്സിൽ കയറി ഇരുന്നു എന്നിങ്ങനെ പറയാണ്. ഇത് ഇവർ പറയുന്നത് കേട്ട് നമ്മുടെ ജെ ആണെങ്കിൽ അവരിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി അവൾ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവർ അവളെ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്.
അവൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ ചോദിക്കുകയാണ് സെക്ഷൻ ഇ എങ്ങനെയുണ്ട്, അവിടുത്തെ ബോയ്സൊക്കെ ഭയങ്കര അലമ്പാണല്ലോ, നിനക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ അവരിങ്ങനെ ചോദിക്കുകയാണ്. അവളാണെങ്കിൽ അപ്പോൾ അവരെ ഇങ്ങനെ പൊക്കി പറയുകയാണ്, അവർ പാവങ്ങളാണെന്നൊക്കെ അവളിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നൊരു ചെറുക്കൻ പറയുകയാണ് അവൾക്ക് പറ്റിയ ക്ലാസ്സാണ് സെക്ഷൻ ഇ എന്ന്. അവൻ്റെ പേരാണ് ആരിസ്. അവൻ്റെ കൂടെ ഇരിക്കുന്ന അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ പേര് എല്ല. ജെ ആണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പോയി ഫുഡ് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോരുകയാണ്. അവളാണെങ്കിൽ അവളുടെ സെക്ഷനിൽ എത്തിയിട്ട് അവിടെ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും ബാക്കിയുള്ള കുട്ടികളെല്ലാവരും വന്നിട്ട് അവളുടെ ഫുഡ് എടുത്തിട്ട് ഓടും. ഇത് കണ്ടിട്ട് നമ്മുടെ കീഫറാണെങ്കിൽ അവളെ നോക്കി ഒരുമാതിരി ചിരിയങ്ങ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഫെലിക്സ് എന്ന് പേരുള്ളൊരു ചെറുക്കൻ വന്നിട്ട് അവളെ പരിചയപ്പെടുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ഇവരെന്തിനാണ് എൻ്റെ ഫുഡ് എടുത്തിട്ട് ഓടുന്നതെന്ന്. അപ്പോൾ ഫെലിക്സ് പറയാണ് ഞങ്ങളെ ക്യാൻറ്റീനിലേക്ക് അലോ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അവർ ഫുഡ് കാണുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഓടുന്നതെന്ന് പറയുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അവനൊരു മറുപടിയും പറയുന്നില്ല. ഫുഡോ കിട്ടിയില്ല, ഒരു സ്നാക്സ് എങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ജയ ആണെങ്കിൽ ഒരു സ്നാക്സ് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫെലിക്സ് ആണെങ്കിൽ അതെടുത്തിട്ട് ഒരു ഓട്ടോ ഓടുകയാണ്. എന്നിട്ട് അവൻ താങ്ക്സും പറയുന്നുണ്ട്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ജയയോട് ടീച്ചർ ചോദിക്കുകയാണ് നിനക്ക് സെക്ഷൻ മാറണമെങ്കിൽ മാറാം, നീ അത് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ അവൾ ഓക്കെ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും വേറൊരു ടീച്ചർ ക്ലാസ്സിലേക്ക് വരാണ്ട് ടീച്ചർ ചോദിക്കുകയാണ് ഇതൊരു ക്ലാസ് റൂമാണോ, ഇതെന്താ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് അവരെ വഴക്ക് പറഞ്ഞിട്ട് ടീച്ചർ പറയുകയാണ് ഞാനൊരു മീറ്റിങ്ങിന് പോയിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് ക്ലീൻ ആയിരിക്കണമെന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സന്തോഷത്തിൽ കൈയൊക്കെ കൊട്ടുകയാണ്. അപ്പോൾ ടീച്ചർ പറയാണ് ഞാൻ മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ക്ലാസ് ഇതേ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എല്ലാ പോർഷൻസും ഞാൻ പഠിപ്പിക്കുമെന്ന് പറയാണ്. ടീച്ചർ പോയതും ജയ ആണെങ്കിൽ എല്ലാവരെയും ക്ലീൻ ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട്. അവരാരും മൈൻഡ് ചെയ്യാതെ ബാഗ് എടുത്തിട്ട് അവർ പുറത്തേക്ക് പോവുകയാണ്. എല്ലാവരും പോയി കഴിയുമ്പോൾ നമ്മുടെ കീഫർ ആവട്ടെ അവൾ ആ റൂമിലിട്ടിട്ട് വാതിലടക്കുകയാണ്. എന്നിട്ട് അവളോട് പറയാണ് ഫുൾ ക്ലീൻ ചെയ്യാനായിട്ട്. അവളാണെങ്കിൽ ആ ദേഷ്യത്തിൽ വായി തോന്നുന്നത് മുഴുവൻ അവർ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവൾ സ്വയമേ പറയുന്നുണ്ട് കാം ഡൗൺ കാം ഡൗൺ, നീ കൊടുത്ത പ്രോമിസ് ബ്രേക്ക് ചെയ്തെന്ന് അവൾ സ്വയമേ അവളോട് തന്നെ പറയുന്നുണ്ട്. അവൾ പറയാണ് അറ്റ്ലീസ്റ്റ് ആ ചൂലങ്ങളും താട തെണ്ടികളെന്ന് ഇങ്ങനെ വിളിച്ച് പറയാണ്. എന്നിട്ട് അവളാണെങ്കിൽ ആ ചൂലെടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ കുറേ കിച്ചൺ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഇരിക്കണതായിട്ട് കാണും. അവളാണെങ്കിൽ അവിടെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ അവിടെയാണെങ്കിൽ കുറേ ഡ്രോയർ ഇരിക്കണ കാണും. അതിനകത്താണെങ്കിൽ നമ്മുടെ കീഫറും കീഫറിൻ്റെ അപ്പുറത്തെ ലവ് ചിഹ്നമിട്ടിട്ട് എല്ലാ എന്നൊരു പേരും കാണും. അവളാണെങ്കിൽ വലിയ ആകാംക്ഷ തുറക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ കീഫറാണ് അകത്തേക്ക് വന്നിട്ട് അവളടുത്ത് ദേഷ്യപ്പെടുകയാണ് നിനക്ക് തന്ന ജോലി ചെയ്താൽ പോരെ, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൈയിടണേന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ വീണ്ടും ഇങ്ങനെ വാക്ക് തർക്കം ഉണ്ടാവുകയാണ്. അപ്പോൾ അവരിങ്ങനെ വഴക്കുണ്ടാക്കണം കണ്ടിട്ട് നമ്മുടെ ഫെലിക്സ് ആണെങ്കിൽ വിളിച്ച് പറയാണ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണം കണ്ടിട്ട് ഒരു ഭാര്യയും ഭർത്താവും കിടന്ന് വഴക്കുണ്ടാക്കുന്ന പോലെ ഉണ്ടെന്ന് പറയാണ്. കാരണം അവർ തമ്മിൽ ഇങ്ങനെ അടുത്ത് ക്ലോസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ചമ്മൽ മറയ്ക്കാനായിട്ട് നമ്മുടെ കീഫർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ അങ്ങ് തട്ടി വീഴ്ത്തുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ജയയുടെ വീടാണ്. ജയ പഠിക്കുന്നത് ആൻറ്റിയുടെ കൂടെ നിന്നിട്ടാണ്. ജയ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആൻറ്റി ആണെങ്കിൽ ജയ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയാണ് കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലാസ്സാണ്, നല്ല സ്കൂളാണെന്നൊക്കെ ഇങ്ങനെ ആൻറ്റിയോട് പറയാണ്. എന്നിട്ട് നമ്മുടെ ആൻറ്റി ജയോട് പറയാണ് ഗ്രാൻഡ്മയുടെ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്, ഗ്രാൻഡ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ജയ ആൻറ്റിയോട് സോറി ചോദിക്കുകയാണ് ഇവിടെ വന്ന് നിൽക്കുന്നതിൽ. അപ്പോൾ ആൻറ്റി പറയാണ് നീ സോറി ഒന്നും ചോദിക്കണ്ട, നീ ഇവിടെ നിൽക്കുന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ, പക്ഷെ നീ തന്ന പ്രോമിസ് ബ്രേക്ക് ചെയ്യാതിരുന്നാൽ മതി എന്ന് പറയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ജയ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആൻറ്റിയുടെ അടുത്തായിരുന്നു. എന്നിട്ട് ആൻറ്റി ആണെങ്കിൽ നമ്മുടെ ജയോടൊരു ഹെൽപ്പ് ചോദിക്കുകയാണ്. ആൻറ്റിയുടെ മോനാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ക്ലാസ്സിൽ പോയിട്ട് വീട്ടിലേക്കൊന്നും വരില്ല, അപ്പം നീ ഒന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ പറയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവളോട് നേരത്തെ സംസാരിച്ച ആരിസാണ് ഇവളുടെ കസിൻ എന്ന്. ഒരു ദിവസം നമ്മുടെ ജയ ആണെങ്കിൽ ഫുഡ് മേടിച്ചിട്ട് ആരും ഇല്ലാത്ത സ്ഥലത്തൊന്ന് കഴിക്കാനായിട്ട് ഇരിക്കുകയായിരിക്കും. പക്ഷെ അവളാണെങ്കിൽ അവിടെ കഴിക്കാതിരിക്കുമ്പോഴേക്കും നമ്മുടെ കീഫർ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. കീഫർ ഇത് കണ്ടിട്ട് കീഫർ എണീച്ചിട്ട് ചോദിക്കുകയാണ് നീ ഒറ്റയ്ക്ക് വരുന്ന ഫുഡ് കഴിക്കുകയാണോ എന്ന് വെച്ചിട്ട് അവനാണെങ്കിൽ അവളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ കീഫർ ആണെങ്കിൽ അവളോട് പോലും ചോദിക്കാതെ അവളുടെ ഫുഡ് എടുത്ത് അങ്ങ് കഴിക്കുകയാണ്. അപ്പം നമ്മുടെ ജയ ആണെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇവനാണെങ്കിൽ ഫുഡ് ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവളിങ്ങനെ നോക്കുന്ന കാണുമ്പോൾ ആണെങ്കിൽ ഇവനാണെങ്കിൽ ഇവളെ നോക്കിയിട്ട് ഇവളോട് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം ജയ ക്ലാസ്സിൽ വരുമ്പോൾ അവരെല്ലാവരും കൂടി അവർക്കൊരു ലിസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അവൾ ക്യാൻറ്റീനിൽ നിന്ന് അവർക്ക് മേടിച്ച് കൊടുക്കേണ്ട ഫുഡിൻ്റെ ലിസ്റ്റാണ് അവർ കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ അവൾ പറയാണ് ഞാൻ ആരുടെ സെർവൻ്റ് അല്ല, ഞാൻ മേടിച്ച് തരില്ല എന്ന് പറയുകയാണ്. അപ്പോൾ കീഫർ പറയാണ് നിനക്ക് ഈ സെക്ഷൻ എയിൽ തുടർന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഇത് മേടിച്ച് തന്നേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ തർക്കം ഉണ്ടാവുകയാണ്. ജയ നമ്മുടെ കീഫറിനോട് ചോദിക്കുകയാണ് ഇതിനെല്ലാം കാരണക്കാരി ആ എല്ലയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കീഫറിന് അങ്ങ് ദേഷ്യം വരാണ്. കീഫർ പറയാണ് നീ ഇപ്പോൾ ഈ പറഞ്ഞതിന് നീ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എന്ന് അവൻ പറയുകയാണ്. അപ്പോഴത്തേക്കും ക്ലാസ്സിലേക്ക് സാറ് കയറി വരികയാണ്. അതിനിടയ്ക്ക് ജയ ആണെങ്കിൽ അവനെ നോക്കിയിട്ട് ഒരുമാതിരി ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് ജയ ആണെങ്കിൽ ഫുഡ് മേടിക്കാനായിട്ട് പോവുകയാണ്. അതിനിടയ്ക്കേക്കിടെ അവൾ കീഫറിനെ കുറേ കുറ്റവും പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് പോവായിരിക്കും. സെക്ഷൻ സിയിലെ റാഖി അവളെ കാണാണ്ട്. റാഖി ചോദിക്കുകയാണ് നീ എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് പോണേന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അതൊന്നുമില്ല, ഞാൻ ചുമ്മാ ഓരോന്ന് സംസാരിക്കുകയായിരുന്നു എന്ന് പറയും. റാഖി അവളെ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കും. അപ്പോഴാണ് അങ്ങോട്ട് കീക്കോ എന്ന് പറഞ്ഞിട്ടൊരു ചെറുക്കൻ വരിക. കീക്കോനെ കാണുമ്പോൾ തന്നെ നമ്മുടെ പെണ്ണിനെ അങ്ങ് ക്രഷ് അടിക്കുകയാണ്. അവനാണെങ്കിൽ ഇവളെ പരിചയപ്പെടുകയും ചെയ്യുന്നു.
കീക്കു ആണെങ്കിൽ ജയെ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുകയാണ്. അവളാണെങ്കിൽ വരാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും ആരിസ് അങ്ങോട്ട് വരുന്നത്. ആരിസിനെ കാണുമ്പോഴത്തേക്ക് ഇവൾ അവിടെ നിന്ന് മുങ്ങാണ് ഓരോ കള്ളം പറഞ്ഞിട്ട്. ജയ ആണെങ്കിൽ ആരും കാണാതെ ഫുഡ് കഴിക്കാനായിട്ട് പോവുമായിരിക്കും. അപ്പോഴേക്കും അവിടെ ഫെലിക്സ് ഇരിക്കുന്നുണ്ടാവുക. ഫെലിക്സ് ആണെങ്കിൽ ഓടി വന്നിട്ട് ഇവളോട് ഫുഡ് കഴിക്കുകയാണ്. ഫെലിക്സിന് ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് വേറൊരു ചെറുക്കൻ ഓടി വന്ന് അവളോട് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ക്ലാസ്സിലെ പകുതി എണ്ണം അവളോട് വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ മൂന്നാമത്തെ മെയിൻ ക്യാരക്ടറായ യൂറി അങ്ങോട്ട് എൻ്റർ ചെയ്യുക. യൂറി അവർക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സും ഫുഡും എല്ലാം ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അവരെല്ലാവരും യൂറിനെ കാണുമ്പോൾ യൂറിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. യൂറി ആണെങ്കിൽ അതിനിടയ്ക്കേക്കിടെ നമ്മുടെ ജയെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. എന്നിട്ട് യൂറി ആണെങ്കിൽ ജയയുടെ അടുത്ത് വന്നിട്ട് അവളിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയ ചോദിക്കുന്നുണ്ട്, എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഇരിക്കണ്ടോ, അതുകൊണ്ടാണോ നീ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ്. യൂറി ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് ഫെലിക്സിൻ്റെ അടുത്ത് കണ്ട് ചോദിക്കുകയാണ് അതാരാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫെലിക്സ് പറയുന്നത് നമ്മുടെ ക്ലാസ്സിലേക്ക് പുതുതായി വന്ന കുട്ടിയാന്ന് പറയുകയാണ്. ഇവളെ ഇവിടുന്ന് പുറത്താക്കാനായിട്ട് കീഫർ ഒന്നും ചെയ്തില്ലേ എന്ന് ഫെലിക്സിനോട് യൂറി ചോദിക്കുകയാണ്. ശ്രമിച്ചിരുന്നു, പക്ഷെ ഒന്നും വർക്കൗട്ട് ആയില്ല എന്ന് യൂറിനോട് ഫെലിക്സ് പറയാണ്. യൂറി പോയി കഴിയുമ്പോൾ നമ്മുടെ ജയ ആണെങ്കിൽ ഫെലിക്സിൻ്റെ അടുത്തൊന്ന് ചോദിക്കുകയാണ് അത് ആരാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫെലിക്സ് പറയുകയാണ് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉള്ളതാണ്, അവൻ സസ്പെൻഷനിലായിരുന്നു എന്ന് പറയുകയാണ്. എന്തിനാണെന്ന് ജയ ചോദിക്കുമ്പോൾ ഫെലിക്സ് പറയുകയാണ് അവനാണെങ്കിൽ ക്യാൻറ്റീനിൽ കയറി ഫുഡ് മേടിച്ചുകൊണ്ടാണ് അവനെ സസ്പെൻഡ് ചെയ്തതെന്ന്. അപ്പോൾ നമ്മുടെ ജയ ആണെങ്കിൽ ഷോക്ക് ആവുകയാണ്. ക്യാൻറ്റീനിൽ കയറി ഫുഡ് മേടിച്ചതിന് എന്തിനാണ് അവനെ സസ്പെൻഡ് ചെയ്തതെന്ന് അവൾ ആലോചിക്കുകയാണ്. യൂറി നേരെ പോകുന്നത് കീഫറിൻ്റെ അടുത്തേക്കായിരിക്കും. കീഫറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് യൂറി. ജപ്പാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് യൂറിയോട് കീഫർ ചോദിക്കുകയാണ്. കുഴപ്പമൊന്നും ഇല്ലായിരുന്നെന്ന് യൂറി കീഫറിന് മറുപടി കൊടുക്കുകയാണ്. യൂറി ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നീ അവിടുന്ന് പുറത്താക്കാതിരുന്നത്, നമ്മുടെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടി വന്നിട്ട് നീ എന്താണ് ഒരു ആക്ഷൻ എടുക്കാതിരുന്നതെന്ന് യൂറി ചോദിക്കുകയാണ്. കീഫർ പറയുകയാണ് വേറെ പെൺകുട്ടികളെ പോലെയല്ല അവൾ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്, അവളെ പുറത്താക്കാൻ ഇച്ചിരി പാടാണെന്ന് കീഫർ യൂറിയോട് പറയുകയാണ്. പിറ്റേ ദിവസം ജെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അവളുടെ ക്ലാസ്സിൽ തന്നെയുള്ള സിയാൻ എന്ന് പറഞ്ഞൊരു ചെറുക്കൻ അവിടെ വേറെ സ്കൂളിലെ പിള്ളേരായിട്ട് അടിക്കുന്നതാണ്. ഇവളെ കാണുമ്പോൾ സിയാൻ പറയാണ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാനോട് ജെ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിന്റെ കൂടെ ക്യാൻറ്റീനിലേക്ക് വരാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സിയാൻ പറയാണ് എനിക്ക് നീ ഫുഡ് മേടിച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം, നീ അത് ആരോടും പറയരുതെന്ന് പറയാണ്. സെക്ഷൻ ഇയിൽ നേരത്തെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയായിട്ട് കീഫർ പ്രണയത്തിലായിരുന്നു. പക്ഷെ അവൾക്ക് ട്രാൻസ്ഫർ കിട്ടി അവൾ വേറെ സെക്ഷനിലേക്ക് പോയ പിന്നെ കീഫറിനെ അവോയ്ഡ് ചെയ്തു. അവൾ എന്നിട്ട് വേറൊരു ചെറുക്കനായിട്ട് പ്രണയത്തിലാവുമായിരുന്നു എന്ന് പറയും. അങ്ങനെ കീഫർ ഒരു ദിവസം ക്യാൻറ്റീനിൽ ചെല്ലുമ്പോൾ അവർ രണ്ടുപേരും കിസ് ചെയ്തിരിക്കുന്നത് കാണും. അങ്ങനെ കീഫർ അവിടെ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാണ് അവർക്ക് ക്യാൻറ്റീനിൽ കയറാൻ പറ്റാത്തതെന്ന് സിയാൻ പറയാണ്. അങ്ങനെ രണ്ടുപേരും ക്ലാസ്സിൽ ചെല്ലുകയാണ്. ക്ലാസ്സിൽ ചെല്ലണ സമയത്ത് നമ്മുടെ യൂറിയും കീഫറും കൂടി ഇവളെ ഒരുമാതിരി നോട്ടം നോക്കുകയാണ്. ആ നോട്ടത്തിൽ അറിയാം അവൾക്ക് വേണ്ടിയിട്ട് അവരെന്തോ പണി വെച്ചിട്ടുണ്ടെന്ന്. ജെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ അവരുടെ ക്ലാസ്സിൽ തന്നെയുള്ള കാലിക്സ് എന്ന് പറഞ്ഞൊരു ചെറുക്കന് ഒരു മിക്ക എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ലെറ്റർ അയച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ ജെ കാണുകയാണ്. ജെ ആണെങ്കിൽ അതെടുത്തിട്ട് അവളുടെ ബാഗിലേക്ക് വെക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് ടീച്ചർ പോവാണ്. എല്ലാവരും പോകാനായിട്ട് റെഡിയാവുന്ന സമയത്തായിരിക്കും നമ്മുടെ ജയക്കാണെങ്കിൽ സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതേ സമയത്ത് യൂറിയും കീഫറും ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് മനസ്സിലാക്കാം അവൾക്ക് വേണ്ടിയിട്ട് അവരെന്തോ പണി കൊടുത്തതാണെന്ന്. അതായത് അവളുടെ ചെയറിൽ അവർ പശ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അവളാണെങ്കിൽ ഹെൽപ്പിന് എല്ലാവരെയും വിളിക്കും, ആരും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. എല്ലാവരും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ജെ ആണെങ്കിൽ ഫെലിക്സിനെയും സിയാനെയും ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അവരാണെങ്കിൽ മൈൻഡ് ചെയ്യാണ്ട് പോണ സമയത്ത് അവൾ പറയാണ് തിന്ന ഫുഡിൻ്റെ നന്ദിയെങ്കിലും കാണിക്കടാന്ന് പറയാണ്. അങ്ങനെ അവളെ സിയാനും ഫെലിക്സ് ഹെൽപ്പ് ചെയ്യാണ്. അവർ രണ്ടുപേരും അവളുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്ന സമയത്ത് അവളുടെ സ്കേർട്ട് കീറി പോവാണ്. നമ്മുടെ സിയാനാണെങ്കിൽ അവളെ കളിയാക്കുകയാണ്. അപ്പോൾ അവളാണെങ്കിൽ അവൻ ഒരുമാതിരി നോട്ടം നോക്കുമ്പോൾ അവനാണെങ്കിൽ അവൻ്റെ കോട്ട് ഊരിയിട്ട് അവൾക്ക് കൊടുക്കുകയാണ്. അവളാണെങ്കിൽ ആ കോട്ടും കെട്ടിയിട്ട് നമ്മുടെ കീഫറിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിയാൻ പറയുന്നുണ്ട് നീ അത് വലിയ കാര്യമാക്കണ്ട, അത് വിട്ട് കളയാൻ. അവളാണെങ്കിൽ എന്നിട്ട് കീഫറിൻ്റെ അടുത്ത് വരികയാണ്. കീഫറാണെങ്കിൽ അവൾ ഗ്യാങ് കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് അവൾ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് നീ എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണമെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടുന്ന് പോവില്ല എന്ന് പറയാണ്. അവൾ എന്നിട്ട് ആ കോട്ട് ഊരിയിട്ട് അവൻ്റെ മുഖത്തേക്ക് എറിയാണ്. അപ്പോൾ നമ്മുടെ യൂറി ആണെങ്കിൽ അവൾ ഒരുമാതിരി നോട്ടം നോക്കുകയാണ്. അവൾ എന്താ ഇങ്ങനെയെന്നുള്ള രീതിയിലാണ് അവൻ നോക്കുന്നത്. നമ്മുടെ കീഫറാണെങ്കിലും അവൾ ഒരുമാതിരി നോക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ബാക്കി എപ്പിസോഡ് നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.